പ്രസ് മീറ്റിലേക്ക് സ്വാഗതം. എറണാകുളം പ്രസ് ക്ലബ്ബിൽ വെച്ച് നടന്ന വാർത്താ സമ്മേളനത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ. കേരളത്തിലെ ഇവന്റ് മാനേജ്മെന്റ് മേഖലയ്ക്ക് ഇനി സ്വന്തമായ ഒരു ദിനം. ജൂലൈ 1 കേരളത്തിൽ ആദ്യമായി ഇവന്റ് മാനേജേഴ്സ് ഡേ ആയി ആഘോഷിക്കും. ഇവന്റ് മാനേജേഴ്സ് ഡേ ആഘോഷങ്ങളുടെ ഭാഗമായി കൊച്ചി ഗ്രാൻഡ് ഹയാത്തിൽ നടക്കുന്ന വിപുലമായ ആഘോഷങ്ങളുടെ ഉദ്ഘാടനം പത്മഭൂഷൺ ഡോക്ടർ ജോസ് ചാക്കോ പെരിയപ്പുറം നിർവഹിക്കും. ഞങ്ങൾ ഇവന്റ് മാനേജ്മെന്റ് അസോസിയേഷന്റെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ രാജു കണ്ണമ്പുഴ, ഞാൻ ജനറൽ സെക്രട്ടറി ബഹനാനി കേരിക്കൽ, ഞങ്ങൾ ഇങ്ങനൊരു പ്രസ് മീറ്റ് വിളിക്കാനുണ്ടായ സാഹചര്യത്തിനെ ഒരു ചെറുതായി സൂചിപ്പിച്ചിട്ട് ഞാൻ പ്രസിഡന്റിലേക്ക് മാറാം. ജൂലൈ 1 കേരളത്തിൻ്റെ ഇവന്റ് മാനേജേഴ്സ് ഡേ ആയി ഇവന്റ് മാനേജ്മെൻറ്റ് അസോസിയേഷൻ ഔദ്യോഗികമായി അതിൻ്റെ പ്രഖ്യാപനം നടത്തുകയുണ്ടായി. അതുമായി ബന്ധപ്പെട്ടുള്ള ആഘോഷങ്ങളെല്ലാം 1 ഗ്രാൻഡ് ഹയാത്ത് ഹോട്ടലിൽ വെച്ച് നടക്കും. അപ്പോൾ ആ ഡേറ്റുമായി ബന്ധപ്പെട്ടുള്ള ചില വിശദാംശങ്ങളും അന്ന് ഞങ്ങൾ ചെയ്യാൻ പോകുന്ന ചില ആക്ടിവിറ്റികളെ സംബന്ധിച്ചെല്ലാം പത്രക്കാരെ കൂടെ വിശദീകരിക്കണം എന്നുള്ള ഒരു കാഴ്ചപ്പാടോടുകൂടിയിട്ടാണ് ഇന്ന് ഈ പ്രസ് മീറ്റ് വിളിക്കുന്നത്. അപ്പോൾ കൂടുതൽ വിശദാംശങ്ങൾ നിങ്ങളോട് സംവദിക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ പ്രസിഡന്റിനെ ക്ഷണിക്കുന്നു. താങ്ക് യു. മാനേജ്മെൻറ്റ് അസോസിയേഷൻ്റെ പ്രസിഡൻ്റാണ്. ജൂലൈ 1 എന്ന് പറയുന്നത് ഈ കേരളത്തിൽ ഇവൻറ്റ് മാനേജ്മെൻറ്റ് അസോസിയേഷൻ ആരംഭിച്ചിട്ട് 18 വർഷം തികയുന്ന ദിവസമാണ്. അതാണ് ആ ജൂലൈ 1 എന്നുള്ള തീയതിക്കുള്ളൊരു പ്രത്യേകത. ഇപ്പോൾ ജൂലൈ 1 ഇനി മുതൽ നമ്മൾ എല്ലാ വർഷവും ഇവൻറ്റ് മാനേജേഴ്സ് ഡേ എന്ന പേരിൽ നമ്മൾ ആചരിക്കാനായിട്ട് നിശ്ചയിക്കുകയായിരുന്നു. അതിന് വേണ്ടി ഒരു ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ലോഗോയും നമ്മൾ റിലീസ് ചെയ്തു. അത് കഴിഞ്ഞ ആഴ്ചയിൽ കോവളത്ത് ലീല റാവിസ് ഹോട്ടലിൽ വെച്ച് ബഹുമാനപ്പെട്ട ടൂറിസം മന്ത്രി ശ്രീ PC വിശ്വനാഥ് അവറുകൾ നിർവഹിക്കുകയുണ്ടായി. അപ്പോൾ അങ്ങനെ ഇനി ഈ നാളെ മുതൽ ആണ് നമ്മൾ അതിൻ്റെ ഔപചാരികമായ ആഘോഷങ്ങൾ നടക്കുന്നത്. നാളെ 3 മണിയോട് കൂടിയിട്ട് കൊച്ചിയിലെ ഗ്രാൻഡ് ഹയാത്ത് ഹോട്ടലിൽ ഒരു ഇവൻറ്റ് മാനേജേഴ്സ് സബ്മിറ്റ് നമ്മൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. കേരളത്തിലെ ഞങ്ങളുടെ ഇവൻറ്റ് മാനേജ്മെൻറ്റ് അസോസിയേഷനിലെ മെമ്പേഴ്സും അഭ്യുദയകാംക്ഷികളും ഇതിനോട് ചേർന്ന് പ്രവർത്തിക്കുന്നവരെല്ലാവരും കൂടെ ഒന്നിച്ചു ചേരും. അവിടെ വെച്ച് 2-3 ചെറിയ ഉപചടങ്ങുകൾ കൂടി നടക്കുന്നുണ്ട്. ഒന്ന്, ഇവൻറ്റ് മാനേജർ എന്ന് പറയുന്ന പ്രൊഫഷന് വേണ്ടിയിട്ടുള്ളൊരു പ്രൊഫഷണൽ ലോഗോ നമ്മളവിടെ വെച്ച് റിലീസ് ചെയ്യുകയാണ്. നമുക്കറിയാം, നമ്മൾ ഡോക്ടേഴ്സിന് വേണ്ടിയിട്ടൊരു ലോഗോ ഉണ്ട്, അതുപോലെ ചാർട്ടേഡ് അക്കൗണ്ടൻസിന് വേണ്ടിയിട്ടൊരു ലോഗോ ഉണ്ട്. അപ്പോൾ അതേപോലെ ഇവൻറ്റ് മാനേജേഴ്സിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യമായിട്ടൊരു ലോഗോ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. അത് ലോകത്തിലെ ഇവൻറ്റ് മാനേജ്മെൻറ്റ് മേഖലയിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ഇമാക്കിൻ്റെ, അതായത് കേരളത്തിലെ ഇവൻറ്റ് മാനേജ്മെൻറ്റ് അസോസിയേഷൻ്റെ ഒരു ഉപഹാരമാണ്. അത് ഔപചാരികമായി അന്ന് അവിടെ ഇനാഗുറേറ്റ് ചെയ്യപ്പെടും. അതുകൂടാതെ ഇവൻറ്റ് മാനേജേഴ്സ് ഡേയുടെ ഒരു കേക്ക് കട്ടിംഗ് സെറിമണി ഉണ്ടാകും. പ്രധാനമായിട്ടും ഈ 2-3 ചടങ്ങുകളാണ് നമ്മളവിടെ നടക്കുന്നത്. അതിന് നമ്മളുടെ മുഖ്യാതിഥിയായിട്ട് പങ്കെടുക്കുന്നത് പത്മഭൂഷൺ ഡോക്ടർ ജോസ് ചാക്കോ പെരിയപ്പുറം, എല്ലാവർക്കും അറിയപ്പെടുന്ന ഒരു ഹൃദ്രോഗ ശസ്ത്രക്രിയാ വിദഗ്ധനാണ്. അദ്ദേഹം മുഖ്യാതിഥിയായിട്ട് പങ്കെടുക്കും. കൂടാതെ കേരള ട്രാവൽ മാർട്ട് സൊസൈറ്റിയുടെ പ്രസിഡന്റ് ശ്രീ ജോസ് പ്രദീപും ചടങ്ങിൽ അതിഥിയായി എത്തും. ഏകദേശം 500ഓളം കേരളത്തിലെ ഇവൻറ്റ് മാനേജ്മെൻറ്റ് കമ്പനിയുടെ ഓണേഴ്സും പ്രധാനപ്പെട്ട സഹകാരികളും ഇതിൽ പങ്കാളികളാവും. ഇതാണ് നാളെ നടക്കുന്ന കേരള ഇവൻറ്റ് സമ്മിറ്റ് എന്ന പേരിൽ നടക്കുന്ന ഈ ചടങ്ങിൻ്റെ അതാണ് നമ്മൾ പ്രധാനമായിട്ട് ഇത് വിഭാവനം ചെയ്യുന്നത്. ഇതിലൂടെ നമ്മൾ ചെയ്യുന്നത് കേരളത്തിലെ ഇവൻറ്റ് മാനേജ്മെൻറ്റിനെ മേഖലയെ ഒരു ഇൻഡസ്ട്രിയായി റെക്കഗ്നൈസ് ചെയ്യിപ്പിക്കാനായിട്ടുള്ള ഒരു മൂവ്മെൻറ്റിൻ്റെ ഒരു ആദ്യപടിയായിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. ഗവൺമെൻറ്റിന് അതിന് വേണ്ടിയിട്ടുള്ള സമ്മർദ്ദങ്ങൾ നമ്മൾ ചെലുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം 3 ലക്ഷത്തോളം പേര് ഇന്ന് കേരളത്തിൽ ഇവൻറ്റ് മാനേജ്മെൻറ്റ് മേഖലയിൽ പ്രവർത്തിക്കുന്നുണ്ട്. അതുകൂടാതെ നിരവധി പേര് പരോക്ഷമായ രീതിയിലും ഈ മേഖലയെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് ജീവിതമാർഗം കണ്ടെത്തുന്നവരുണ്ട്. പിന്നെ ഏകദേശം 3000-ഓളം
3000 കോടി രൂപയാണ് ഈ ഒരു ടേൺ ഓവറുള്ള ഒരു ഇൻഡസ്ട്രിയാണ് ഇന്ന് കേരളത്തിലെ ഇവൻറ്റ് മാനേജ്മെൻറ്റ് മേഖല. 350ഓളം കോടി രൂപ GST അടയ്ക്കുന്ന ഒരു വ്യാവസായിക അല്ലെങ്കിൽ ഒരു ബിസിനസ് മേഖലയാണ് ശരിക്കും ഇവൻറ്റ് മാനേജ്മെൻറ്റ് മേഖല കേരളത്തിലുള്ളത്. അപ്പോൾ അതിന് വേണ്ട ഒരു അംഗീകാരം അധികാരികളുടെ അടുത്തു നിന്നും ഗവൺമെൻറ് തലത്തിലുമൊക്കെ നേടിയെടുക്കാനുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമായാണ് ഞങ്ങളിതുപോലെയുള്ള സംരംഭങ്ങൾ സംഘടിപ്പിക്കുന്നത്. അതിനെല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ അഭ്യർത്ഥിക്കുന്നു.